വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചു എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോയാലോ എന്ന്. അങ്ങനെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ പോയി അവിടെ നിന്നും ഒരു ബസ് പിടിച്ചു. അടൂരേക്കാണ് കേട്ടോ ഈ ബസ് പോകുന്നത്. 30 രൂപ റേറ്റ് ആയിട്ടുണ്ട് ഞാൻ കയറിയെടുത്ത് നിന്നും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പന്തളം ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ട തുമ്പോൺ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോകാം. തുമ്പോണാണ് ഞങ്ങളുടെ അമ്മയുടെയൊക്കെ വീട് വരുന്നത് കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ ഇവിടെ നിന്നും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം നമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാണാം. പിന്നെ എന്താ പറയുക, KSRTC ബസ് സ്റ്റാൻഡ് കാണാം. പിന്നെ നൂറനാട്, കായംകുളം അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. എന്തായാലും അങ്ങനെ പന്തളം ബസ് സ്റ്റാൻഡിൽ കയറി. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ പെൺപിള്ളേരെയൊക്കെ വായി നോക്കാൻ ശ്രമിച്ചു. ബട്ട് ഒരു പെൺപിള്ളേരെയും കണ്ടില്ല കേട്ടോ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തെങ്കിലും ആട്ടെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അവിടെ നിന്നും ഇറങ്ങി നേരെ പോവുകയാണ് അടൂരേക്ക്. അടൂര് സ്റ്റാൻഡ് എത്താറായിരിക്കുകയാണ് ഗൈസ്. തീർച്ചയായിട്ടും ഈ ബസ് ഇവിടെ വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടതുള്ളതുകൊണ്ട് ഞാൻ വലുതായിട്ട് വീഡിയോ പിടിക്കാനൊന്നും പോയില്ല കേട്ടോ. അപ്പം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഞാനിവിടെ കുറേ ബസ്സുകളെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഏത് ബസ്സിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇവിടെ കുറേ ലോ ഫ്ലോർ ബസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ ഞാൻ കയറിയില്ല. ഓക്കെ, എന്താ പറയുക. അപ്പം നോക്കിയാണേ പുനലൂരിനൊക്കെ ഒരു ബസ് ഞാൻ കണ്ടു. അപ്പോൾ ആ ബസ്സിൽ ഞാൻ കയറി. ആ ബസ്സിൽ കയറി ഞാൻ നേരെ പുനലൂരിന് വിട്ടു. പോകുന്ന വഴിക്ക് ഗൈസ് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേന് പതുക്കെ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് മഴയാണ്. പോകുന്ന വഴിക്ക് ശൈലശാല അവിടെ ഇവിടെയൊക്കെ അങ്ങ് മഴയാണ് കേട്ടോ. എന്തെങ്കിലും ആട്ടെ. അങ്ങനെ ഗൈസ് എന്താ പറയുക, ഈ മഴയത്ത് നമ്മൾ പുനലൂരെത്തി. പുനലൂരിൽ നിന്നും അവിടെ സ്റ്റാൻഡിൽ കയറുന്നു. തീർച്ചയായിട്ടും മഴ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ക്യാമറയൊന്നും എടുത്ത് വെളിയിലെടുത്ത് ഷൂട്ടിംഗ് ഒന്നും നടക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇവിടെ പുനലൂരിൽ നിന്നും അടുത്ത ബസ് കയറാൻ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇവിടെ നിന്നും കൊല്ലത്തിന് ബസ്സുണ്ട്. പിന്നെ ആണെങ്കിൽ തിരുവനന്തപുരത്തിന് ബസ്സുണ്ട്. പിന്നെ കോഴിക്കോടിന് ബസ് ഉണ്ടായിരുന്നു എന്നാണ്. കോഴിക്കോടിന് ഏതാണ്ടൊക്കെ ബസ് കിടപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയാണ് തെങ്കാശിക്ക് ഒരു ബസ് കണ്ട്. എന്നാൽ പിന്നെ അതിനങ്ങ് കയറാം, തെങ്കാശിക്ക് വിടാമെന്ന് കരുതി. അങ്ങനെ ആ ബസ്സിന് കയറി ഞാൻ തെങ്കാശിക്ക് വിട്ടു. എന്താ പറയുക, പോകുന്ന വഴിക്കൊക്കെ മഴ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ബട്ട് മാത്രമല്ല വിൻഡോയുടെ സൈഡിലെല്ലാം ആളുകളായിരുന്നത്. എനിക്കാണെങ്കിൽ സീറ്റ് കിട്ടിയത് തന്നെ കഷ്ടിച്ച്. അപ്പം വീഡിയോ വലുതായിട്ടൊന്നും പിടിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും ആട്ടെ. പക്ഷേ പോകുന്ന വഴിക്ക് 2 പേര് എൻ്റെ സീറ്റിലിരുന്ന് 2 പേര് ഇറങ്ങിപ്പോയി. അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. അവിടെ കയറി ഇരുന്ന് വീഡിയോ പിടുത്തം അങ്ങോട്ട് തുടങ്ങി. പിന്നെന്താ ഗൈസ്, ഇതൊക്കെ ഞാൻ എപ്പോഴും ഇതുവഴിയൊക്കെ പോകുന്നതല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഗൈസ് തെന്മല എത്തുന്നുണ്ടേ. തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയ മലയുണ്ട് കേട്ടോ. എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹമാണ് ആ മലയുടെ മണ്ടയ്ക്ക് എങ്ങാനും കയറാൻ പറ്റിയായിരുന്നു നല്ലതായിരുന്നു. എന്തായാലും ഓക്കെ, എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. അങ്ങോട്ട് വഴിയൊന്നും ഉണ്ടോ എന്തോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒക്കെ അത് കഴിഞ്ഞ് 13 കണ്ണറ പാലം എത്തി. അത് കഴിഞ്ഞ് എന്താ പറയുക, അങ്ങനെ എന്തൊക്കെയോ കണ്ടും കേട്ടും ഞാനങ്ങ് പോയി.